Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ലെസൺ പ്ലാനിൻ്റെ വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. അതായത് നമുക്കറിയാം TTC പഠിക്കുന്ന മോണ്ടിസോറി TTC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് ലെസൺ പ്ലാൻ എഴുതേണ്ടതെന്ന് മിക്കവർക്കും തന്നെ അറിയത്തില്ല. അപ്പം ഞാനൊരു 3-4 ഫോർമാറ്റ് തന്നു. എനിക്കതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസൺ പ്ലാനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ലെസൺ പ്ലാനിൻ്റെ ഫസ്റ്റ് പ്രിലിമിനറി ഡീറ്റെയിൽസാണ്. അപ്പോൾ എന്താണ് നമുക്ക് പ്രിലിമിനറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്? നമ്മുടെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നെയിം ഓഫ് ദി ടീച്ചർ, നെയിം ഓഫ് ദി സബ്ജക്റ്റ്, നെയിം ഓഫ് ദി ടോപ്പിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അനിമൽ വേൾഡ് തന്നെയാണ്. നെയിം ഓഫ് ദി ടോപ്പിക്ക് ഡൊമസ്റ്റിക് അനിമലാണ്. ക്ലാസ് പറയുന്നത് KG തൊട്ട് ക്ലാസ് 2 വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഒരു ലെസൺ പ്ലാനാണിത്. ടൈം 45 മിനിറ്റ്സ് ആണ്. ഡേറ്റ് എത്ര ദിവസം കൊണ്ടാണോ നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത് അത്രയും ഡേയ്സ് നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ. ദെൻ തീം, നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അനിമൽസ് ആണ്. വാട്ട് യു മീൻ ബൈ ഡൊമസ്റ്റിക് അനിമൽ? ഡൊമസ്റ്റിക് അനിമൽസ് റെഫേഴ്സ് ടു വിച്ച് അനിമൽസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹാവ് ബീൻ ആൻഡ് ബെസ്റ്റ് കമ്പാനിയൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. നമുക്കറിയാമല്ലേ ഡൊമസ്റ്റിക് അനിമൽ അതായത് വളർത്തു മൃഗങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യർ ഹ്യൂമൻ ബീയിങ്സിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ള മൃഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കം അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ഡൊമസ്റ്റിക് അനിമൽസ്. കുട്ടികൾ അതിനെ മനസ്സിലാക്കുക, എന്താണ് ഡൊമസ്റ്റിക് അനിമൽസ് എന്നും അതെങ്ങനെ നമുക്ക് യൂസ്ഫുള്ളാണ് എന്നും അതിൻ്റെ നെയിംസ് എന്തൊക്കെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുക. ദെൻ ടു അനലൈസ് ദ ബേസിക് ആനിമൽ ബിഹേവിയർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ബേസിക് ആനിമൽ ബിഹേവിയർ അവർക്കുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡോഗിനെ എടുക്കാം. ഡോഗ് എന്ന് പറയുന്നതൊക്കെയാണെങ്കിൽ എന്താണ്, നമ്മുടെ വീട് കാവൽ ചെയ്യുന്ന ഒരു വളർത്തു മൃഗമാണ്. അതുപോലെ നമ്മൾ പെറ്റ് അനിമലായിട്ടും യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരയ്ക്കും അല്ലേ. അതാണ് അങ്ങനെ ഓരോ അനിമൽസിൻ്റെയും സവിശേഷതകളും മറ്റും പറയുക. ടു അനലൈസ് ദ അവെയർനെസ് അബൌട്ട് ദിസ് എൻവയോൺമെൻറ്റ് ആൻഡ് അവർ റെസ്പോൺസിബിലിറ്റീസ്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അതുപോലെ മൃഗങ്ങളെ എങ്ങനെ കാത്തുപാലിക്കണം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ദെൻ കൺസെപ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഈ ഒരു ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ വരുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. നമുക്കറിയാം പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാട്. അപ്പോൾ ആ അനിമൽസിനെയെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഹാബിറ്റാറ്റ് അനുസരിച്ച് അതിനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹാബിറ്റാറ്റ് അനുസരിച്ച് വരുമ്പോൾ എവിടെയാണോ അത് താമസിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ അക്വാട്ടിക് എന്ന് പറയും. അതുപോലെ തന്നെ കാട്ടിൽ താമസിക്കുന്നതിന് വൈൽഡ് അനിമൽ, വന്യമൃഗങ്ങൾ അല്ലേ. അങ്ങനെ ഓരോ ഇതുണ്ട്. അതിനെയാണ് ഞാൻ പറഞ്ഞത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ കോമൺ ക്യാരക്ടേഴ്സ്, അനിമൽസിൻ്റെയൊക്കെ കോമൺ ക്യാരക്ടേഴ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റാറ്റ് അനുസരിച്ച് എങ്ങനെയെല്ലാം അനിമൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ, ഒംനിവോറസ്, കാർണിവോറസ് അല്ലേ, മിശ്രഭോജികൾ, മാംസഭോജികൾ, സസ്യഭോജികൾ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികളാവുന്നവർക്ക് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ യൂസ്ഫുൾനെസ്, ഏത് അനിമലാണ് പാല് തരുന്ന മൃഗങ്ങൾ ഏതാണ്, എഗ്ഗ് തരുന്നത് ഏതാണ്, നമ്മുടെ വീട് കാക്കുന്ന മൃഗം ഏതാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുട്ടികൾക്ക് ജനറൽ GK കൊടുക്കാൻ, ജനറൽ അവയർനെസ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ദെൻ സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു പോർഷൻ പഠിക്കുന്നതുകൊണ്ട് അവർക്കുണ്ടാകുന്ന കഴിവുകൾ, കോഗ്നിറ്റീവ് സ്കിൽ എന്ന് വെച്ചാൽ തിങ്കിങ് ആൻഡ് റീസണിങ്. അവർക്ക് അത് ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് പിന്നെ എപ്പോഴായാലും അത് ചിന്തിക്കാനും അതനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ പറയാനും സാധിക്കും. ദെൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, അതായത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് പറ്റും. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ വാല്യൂസ്, എന്തെല്ലാം മൂല്യങ്ങളായിരിക്കും നമ്മൾ ഡൊമസ്റ്റിക് അനിമൽ പഠിക്കാൻ.
ഇപ്പോൾ നമുക്കറിയാം ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞൊരു പോർഷൻ നമ്മൾ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും പറയും, മിസ് എൻ്റെ വീട്ടിൽ ആടുണ്ട്, എൻ്റെ വീട്ടിൽ അതുണ്ട്, നല്ല രസമാണ്, അങ്ങനെയൊക്കെ കുട്ടികൾ ഓരോന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും അവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എമ്പതി, മൃഗങ്ങളോടുള്ള ഒരു സഹാനുഭൂതി, സഹിഷ്ണുതയൊക്കെയാണ് എമ്പതി. ദെൻ കമ്പാനിയൻഷിപ്പ്, അവരോടായിട്ടുള്ള കൂട്ടുകൂടുന്നത്, കമ്പാനിയൻഷിപ്പ്. ദെൻ റെസ്പോൺസിബിലിറ്റി, മൃഗങ്ങളെ നന്നായിട്ട് കാത്തു പരിപാലിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് എന്നുള്ളൊരു തോന്നൽ. ഇതെല്ലാമാണ് എൻ്റെ വാല്യൂസിൽ വരുന്നത്. ഓക്കെ. ദെൻ ടീച്ചിങ് ഏർഡ്സ് ആൻഡ് ലേണിംഗ് ഏർഡ്സ്. നമ്മളിത് പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ടീച്ചിങ് ഏർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പപ്പറ്റ്സ്, പിക്ചർ കാർഡ്സ്, വിഷ്വൽസ്, ചാർട്ട്സ്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ വിഷ്വൽസ് എന്ന് പറയുന്ന നേരത്തെ ഇപ്പം നമുക്കറിയാം ഒരുവിധം എല്ലാ സ്കൂളുകളും തന്നെ സ്മാർട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് പ്ലേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ പ്രീവിയസ് നോളജ്, കുട്ടിക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് എന്തറിയാം എന്നാണ്. ചിൽഡ്രൻ വെർ ഓൾറെഡി സീൻ സെയിം അനിമൽസ് ഫ്രം ദർ സറൗണ്ടിങ്. അതുപോലെ തന്നെ വാട്ട് വി ഗെറ്റ് ഫ്രം ദീസ് അനിമൽസ്. ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുക, കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്ന് നമുക്കറിയാൻ പറ്റും. അതിൽ ദെൻ ലേണിംഗ് ആക്ടിവിറ്റീസ് ഓർ ടീച്ചിങ് മെത്തഡോളജി. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ടീച്ചർ എൻ്റർ ഇൻ ടു ദ ക്ലാസ് റൂം വിത്ത് എ പ്ലസൻറ്റ് ഫേസ്, ദെൻ വിഷ് ദം, ദെൻ ടോക്ക് ഇൻഫോർമൽ ടോക്കിങ്സ്, ദെൻ ഡു വാം അപ്പ്, സ്റ്റാർട്ട് വിത്ത് എ ഫൺ അനിമൽ തീംഡ് റൈം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കറിയാം ഒരുവിധം ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് മാക്ഡൊണാൾഡ് ഹാഡ് എ ഫാം ഇയായു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാമപ്പ് പോലെ കുട്ടികളെ കൊണ്ട് ആ പാട്ടൊക്കെ പാടിപ്പിച്ച് എന്താണ് ഈ ഒരു ഡൊമസ്റ്റിക് ആനിമൽസ് പഠിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി ആയിട്ടോ ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിച്ച് അനിമൽ സൗണ്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അനിമൽ സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ ഏത് അനിമലാണെന്ന് പറയിക്കുക. ഈ രീതിയിലൊക്കെ നമ്മൾ, അതുപോലെ അനിമൽ വാക്കിംഗ് നടക്കുക, ഈ രീതിയിലുള്ള വർക്ക്ഷീറ്റുകൾ കൊടുക്കാം. ദെൻ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് വർക്ക്ഷീറ്റാണ്, സർക്കിൾ ചെയ്യാൻ കൊടുക്കാം. വൈൽഡ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസിനെയും കാറ്റഗറൈസ് ചെയ്യാൻ കൊടുക്കാം. ദെൻ ഫോളോ അപ്പ് ആക്ടിവിറ്റി. ഫോളോ അപ്പ് ആക്ടിവിറ്റിയിലും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അസൈൻമെൻറ്റ്, ഏതെങ്കിലും ഒരു അനിമൽസിൻ്റെ പിക്ചർ ഒട്ടിച്ച് അതിൻ്റെ യൂസ്ഫുൾനെസ് എഴുതിക്കൊണ്ട് പറയാം. ഓക്കെ, എല്ലാവർക്കും ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്നുകൂടി പറയുന്നു. ഓക്കെ, താങ്ക് യു. Cat, dog, rabbit, parrot, horse, cow, goat, hen, donkey, duck, sheep. Animals are useful to us in many ways. Let's learn about how they are useful to us. We get eggs and chicken from hen. We get milk from cow. We get wool from sheep. Bee gives us honey. We get meat from goat. The donkey carries load for us. The dog guards our home. Wolves help us plow the field.